നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്കമാലിയിൽ 4 അംഗ കുടുംബം വെന്തുമരിച്ച സംഭവം അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ നമ്മൾ മലയാളികൾക്ക് ഇടയില്ല. പൊന്നോമന പോലത്തെ 2 മക്കളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന 4 അംഗ കുടുംബമാണ് അന്ന് വെന്തുമരിച്ചത്. ഞെട്ടലോടുകൂടിയാണ് ആ കുടുംബത്തിലെ മുതിർന്നവർ അത് കാണുകയും നാട്ടുകാരടക്കമുള്ളവർ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കേട്ടത്. അതൊരു ആത്മഹത്യയാണ് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴും ആ വാർത്തയെ പഴിക്കാനായിരുന്നു പലരും ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസും അതേ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വഴിവെച്ചതാണെങ്കിലോ ഒരു CCTV ദൃശ്യവും. അങ്കമാലിയിൽ 4 അംഗ കുടുംബം വെന്തുമരിച്ച സംഭവത്തിൽ ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ്. തീപിടുത്തമുണ്ടായ മുറിയിൽ പെട്രോൾ ക്യാൻ സൂക്ഷിച്ചിരുന്നതായാണ് പോലീസ് സ്ഥിരീകരിച്ചത്. ബിനേഷ് പെട്രോൾ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കുടുംബം ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. തീപിടുത്തത്തിന് പിന്നാലെ സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തിയിരുന്നു. അങ്കമാലിയിൽ വ്യാപാരിയായിരുന്ന ബിനേഷിനും കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജൂൺ 8-ന് പുലർച്ചെയാണ് അങ്കമാലി അങ്ങാടിക്കടവിൽ താമസിച്ചിരുന്ന ബിനീഷ് കുര്യനും കുടുംബവും മരിച്ചത്. ബിനീഷിന് 45 വയസ്സും അതിനു പുറമെ ഭാര്യ അനുമോളിന് 40 വയസ്സും മക്കളായ ജോവാനും ജ്വിസ്വിനും 8ഉം 5ഉം വയസ്സുള്ള 2 മക്കളുമാണ് അന്ന് മരിച്ചത്. താഴത്തെ നിലയിൽ കിടന്നുറങ്ങുകയായിരുന്ന ബിനീഷിന്റെ അമ്മ ചിന്നമ്മയാണ് മുകളിലത്തെ മുറിയിൽ തീ അളന്നത് ആദ്യം കണ്ടത്. ഇവർ ബഹളം വെച്ചതിന് പിന്നാലെ നാട്ടുകാരെത്തുകയും തീ അണയ്ക്കുകയുമായിരുന്നു. അപ്പോഴേക്കും 4 പേരും വെന്ത് മരിച്ചിരുന്നു. മുകളിലത്തെ മുറിയിൽ മാത്രം തീപിടിച്ചത് എങ്ങനെയാണ് എന്ന പോലീസിന് സംശയമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കുടുംബം ആത്മഹത്യ ചെയ്തതാണ് എന്ന നിഗമനത്തിലേക്ക് നയിക്കുന്ന നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. AC അടക്കം പൂർണ്ണമായും കത്തി ഉരുകി ഒലിച്ചിരുന്നതാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആകാമെന്ന് പറയുന്നു. AC-യിൽ നിന്ന് വിഷവാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള നിഗമനം ഉണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തികപരമായി ഇവർ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു. പക്ഷേ അപ്പോഴും സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ എല്ലാ ദുഃഖങ്ങളും എല്ലാവരോടും പറയുന്ന പ്രകൃതമായിരുന്നില്ല ആ ഗ്രഹനാഥനുള്ളത് എന്ന് നാട്ടുകാരടക്കമുള്ളവർ പറഞ്ഞിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോഴിതാ അത് ഒരു ആത്മഹത്യയാണ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഈ പോലീസിന്റെ നിഗമനത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കുടുംബം.